ഫ്രണ്ട്സ്, നമ്മുടെ കബനി ജംഗിൾ സഫാരിയുടെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും കയറി കാണുക, നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടിയത് കുറേ ലെങ്കൂറുകളുടെ വിഷ്വലുകളാണ്. കാരണം ഇവരൊരു സ്വഭാവം വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ വണ്ടിയൊക്കെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവർ നമ്മളെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കി പേടിപ്പിക്കുകയും മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ചില്ലകളൊക്കെ കുലുക്കി ഉണക്ക ചില്ലകളൊക്കെ താഴേക്ക് ഇടുന്ന സ്വഭാവക്കാരും കൂടെയാണ് ഇവർ. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഫണ്ണി മൂവ്മെൻ്റാണ് നമുക്കിപ്പോൾ കിട്ടിയത്. നമ്മളെന്തായാലും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ബിഗ് ക്യാറ്റ്സിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചെങ്കിലും നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വണ്ടിയിൽ പല ആൾക്കാരും ചെറിയ രീതിയിലൊക്കെ മയക്കമായിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റൊക്കെ നന്നായിട്ട് വീണിട്ടുണ്ട്. എന്തായാലും നല്ല വിസിബിളായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് കിട്ടിയേക്കുന്നത് ബൈസൻ്റെയാണ്, ഇന്ത്യൻ ബൈസിൻ്റെ വിഷ്വലാണ്. കാരണം നമ്മുടെ കാട്ടി എന്നൊക്കെ പറയും, പല സ്ഥലങ്ങളിൽ ഇതിനെ കാട്ടുപോത്തെന്നൊക്കെ പറയുമെങ്കിലും ഇത് ശരിക്കും കാട്ടിയാണ്. രണ്ടുപേരും അത്യാവശ്യം നല്ല ലോങ്ങിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. നമുക്ക് അടുത്തതായിട്ട് സൈറ്റിംഗ് കിട്ടിയത് സാമ്പാടിയറിൻ്റെയാണ്. അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ വെള്ളത്തിലൊക്കെ ഇറങ്ങി നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നൊരു വിഷ്വലാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും നമ്മൾ ഇതിനെ മലയാളത്തിൽ പറയുന്നത് മ്ലാവ് എന്നാണ്. അതായത് മാൻവർഗത്തിലെ മറ്റൊരു വിഭാഗം കൂടിയാണിത്. നമ്മൾ മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ ഈ കാടിൻ്റെ ഇപ്പോഴത്തെ കാണുന്ന ഭംഗി ഒരിക്കലും നമുക്ക് കിട്ടില്ല. കാരണം നല്ല ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ മരങ്ങളാണെങ്കിലും ഇലയൊക്കെ പൊഴിഞ്ഞ് ഒരു ഡ്രൈ ഫോറസ്റ്റിൻ്റെ ഒരു ഫീലിലേക്ക് കിട്ടുകയുള്ളൂ. എന്തായാലും ഈ ഒരു സമയത്തായതുകൊണ്ട് നമുക്ക് കാടിൻ്റെ പച്ചപ്പും യഥാർത്ഥ കാടിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും മറക്കാതെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും വരാൻ ശ്രമിക്കുക എല്ലാവരും. അങ്ങനെ പിടിയുന്ന വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വലിയൊരു കാട്ടുകൊമ്പൻ നമ്മുടെ വണ്ടിക്ക് ക്രോസ് വന്നായിരുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ വിഷ്വൽസ് മനോഹരമായിട്ട് പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമുക്ക് ആ വിഷ്വലിലേക്ക് പോകാം. ആൾ ജസ്റ്റ് നമ്മുടെ വണ്ടിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് മാറിയിട്ടേ ഉള്ളൂ. എന്തായാലും നമ്മുടെ കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണ്. ഒരു ദിവസം 16 മണിക്കൂറാണ് സാധാരണഗതിയിൽ ആനകൾ ഭക്ഷണത്തിനായിട്ട് ചിലവഴിക്കുന്ന സമയം. അതുപോലെ തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആന 140 മുതൽ 270 കിലോ വരെ ആഹാരം ഒരു ദിവസം കഴിക്കും എന്നതാണ് പൊതുവെയുള്ളൊരു കണക്ക്. അതുപോലെ തന്നെ ഇതിൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ 40% ദഹിക്കാനും 60% വേസ്റ്റായി പോകും. അതായത് ദഹിക്കാതെ പുറത്തു പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് ആഹാരത്തിൻ്റെ അളവ് ആന കൂട്ടിയും കുറച്ചും അത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ നമ്മുടെ കാട്ടുകൊമ്പൻ്റെ സ്വതന്ത്രമായിട്ടുള്ള നടപ്പ് കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ ആനയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള സ്ഥലത്തു കൂടി പോവാം. മറ്റേതങ്ങനെയാണോ? പാപ്പാൻ്റെ നിയന്ത്രണത്തിൽ അവർ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വളരെ സങ്കടം തോന്നുന്നൊരവസ്ഥയായിരിക്കും നമ്മുടെ നാട്ടിലെ ആനകളുടെയൊക്കെ. എന്തായാലും നമ്മുടെ കൊമ്പനാനകളുടെ വിഷയങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര മുന്നോട്ട് പോയി. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടിയായിരുന്നു. ഒരു കൂട്ടം ആനകളുടെ ലോങ് സൈഡിലുള്ള കുറച്ച് വിഷ്വൽ കിട്ടിയായിരുന്നു. നമുക്ക് കണ്ടറിയാൻ പറ്റും. റിസർവോയറിൻ്റെ സൈഡിൽ നിന്നിട്ട് പുല്ലൊക്കെ തിന്നുന്ന മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു. മുന്നിലെ കാലുകൊണ്ട് പുല്ല് തട്ടി മാറ്റിയതിന് ശേഷം അത് തുമ്പിക്കൈ കൊണ്ട് എടുത്ത് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട് തിന്നുന്ന മനോഹരമായൊരു വിഷ്വൽ കിട്ടിയായിരുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. എന്തായാലും നമ്മൾ ആനകൾ പുല്ല് മേയുന്ന തൊട്ടടുത്ത് തന്നെ കുറച്ച് ആളുകൾ മീനും പിടിക്കുന്നുണ്ട്. നമുക്ക് കണ്ടറിയാൻ പറ്റും. ഏകദേശം ഒരു 100-150 മീറ്റർ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. എന്തായാലും ആനകൾക്കും അവരെ കണ്ടിട്ട് പേടിയില്ല, മനുഷ്യർക്കും പേടിയില്ല. എന്തായാലും ഈ മൃഗങ്ങൾ എന്തായാലും ഈ കാട്ടിലുള്ള ആൾക്കാരെ കണ്ട് അത്യാവശ്യം ഭയമൊക്കെ മാറിയതാണ്. നമുക്ക് വിഷ്വലി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. എന്തായാലും ആനകളുടെ വിഷ്വൽ എടുക്കുന്ന സമയത്ത് നമുക്ക് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ അടുത്ത വിഷ്വൽ കിട്ടി. കാരണം ഒരു കൂട്ടം ആനകൾ പുല്ല് മേയുന്ന മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയാണ് ആ പച്ചപ്പിൽ അതിൻ്റെ മേയുന്നതും അതുപോലെ നടക്കുന്ന വിഷ്വലൊക്കെ കാണാനായിട്ട്. വീണ്ടും നമ്മുടെ യാത്ര നമ്മൾ മുന്നോട്ട് പോയി. കാരണം നമുക്ക് 3 മണിക്കൂറാണ് സഫാരി ടൈം. അതുകൊണ്ട് ടൈം ഒട്ടും സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇതാ നമ്മൾ അങ്ങനെ നേരെ യാത്ര വന്നിരിക്കുന്നത് അടുത്തത് റിസർവോയറിൻ്റെ സൈഡിലാണ്. എന്തായാലും നല്ല വിശാലമായിട്ടുള്ളൊരു പ്രദേശമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും അതുപോലെ തന്നെ നല്ല രീതിയിൽ പച്ചപ്പൊക്കെ ഉള്ളൊരു പ്രദേശം. നമുക്കിതാ വിഷ്വലി കണ്ടറിയാൻ പറ്റും. നമ്മുടെ ലെഫ്റ്റും റൈറ്റൊക്കെ ആയിട്ട് ഒരുപാട് മാൻകൂട്ടമുണ്ട്. നല്ല എന്താ പറയുക, നല്ലൊരു മൈതാനം പോലെയാണ് ഇവിടെ കിടക്കുന്നത്. നല്ല രീതിയിൽ വിസിബിളായിട്ട് നമുക്ക് ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും. ദൂരെ ഒരു കൂട്ടം ആനക്കൂട്ടങ്ങളെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ നല്ല രീതിയിൽ നമുക്ക് വിസിബിളായിട്ട് കാഴ്ചകൾ കാണാനുള്ള പ്രദേശമായതുകൊണ്ട് സൈറ്റിങ്ങും കൂടുതലാണ്. വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ്. കാരണം സമയം കളയണ്ടെന്ന് വെച്ചിട്ട് തന്നെ
ഈ വരുന്ന ആൾ നമ്മൾ നേരത്തെ കണ്ട കൊമ്പൻ തന്നെയാണ്. നമ്മൾ ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഈ റിസർവോയറിൻ്റെ സൈഡിലേക്ക് വന്നത്. ആൾ നിസ്സാര നേരം കൊണ്ട് നേരെ കാട് ക്രോസ് ചെയ്ത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വന്നു. എന്തായാലും ആളും റിസർവോയറിൻ്റെ സൈഡിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞായിരുന്നു നമുക്ക് കുറച്ചും കൂടി ലോങ് പോയിട്ട് തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരാമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ആളുടെ വിഷ്വലൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകും. എന്തായാലും നമുക്ക് ആളുടെ മനോഹരമായ വിഷ്വൽ എടുക്കാം. എന്തായാലും ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം അതിനും മാത്രം നമുക്ക് ഈ ആന സൈറ്റിംഗ് തന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും കമൻസും കൂടിയായിട്ട് നമുക്ക് അയയ്ക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ റിസർവോയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ടുണ്ട്. ഒരുപാട് മാനുകളും മ്ലാവുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർ വെള്ളത്തിലിറങ്ങി നിൽക്കുകയാണ്. ശേഷം നമ്മൾ ദൂരെ നോക്കിയപ്പോൾ നമ്മുടെ കാട് ക്രോസ് ചെയ്ത് നമ്മുടെ നേരത്തെ കണ്ട കൊമ്പൻ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ആൾ ഞാൻ പറഞ്ഞില്ലേ, ഈ വീഡിയോയിൽ ഫുൾ ടൈം നമ്മുടെ കൂടെ സഹകരിച്ചിരിക്കുന്ന പുള്ളിയാണ്. ആളുടെ വരവോടുകൂടി തന്നെ മാനുകൾ പയ്യെ മ്ലാവുകളൊക്കെ പയ്യനെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി. പേടിച്ചിട്ടായിരിക്കാം. എന്തായാലും അവരധികം നേരം ഇവിടെ നിന്നില്ല, നേരെ വിട്ടുപോയി അവിടെ നിന്ന്. എന്തായാലും നമ്മുടെ ആനക്കുട്ടൻ ഒട്ടും നമ്മളെ ആരും ഉപദ്രവിക്കണമെന്നില്ല. പക്ഷേ ഇവരെന്തായാലും പേടിച്ചിട്ട് ഓടി. ആളുടെ നടപ്പൊക്കെ കാണാം. നമുക്ക് നല്ല ലോങ്ങിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. എന്തായാലും നല്ല രസമായിരുന്നു ആളുടെ ഒരു ചേഷ്ടകളൊക്കെ കാണാനായിട്ട്. ഇവരൊക്കെ ഇവിടെ വന്ന് ക്രോസ് ചെയ്തിട്ട് എന്താണെന്നറിയാതെ നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ജീപ്പ് വന്ന സൈഡിലാണ് നേരത്തെ നമ്മൾ വന്നത്. നമ്മൾ ആ ഭാഗത്തുനിന്ന് തിരിച്ചിപ്പറയിട്ട് വന്നു. എന്തായാലും ജീപ്പുകാർക്ക് ഇച്ചിരി ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽ കിട്ടി. എന്തായാലും കബനിയിൽ ഈ ടസ്കറാണ് ഇന്നത്തെ നമ്മുടെ എന്തായാലും താരം. ശേഷം നമ്മൾ തിരിച്ചു വരാൻ നേരത്തെ കണ്ടതാണ് വൈൽഡ് ബോറിൻ്റെ ഒരു വിഷ്വൽ. ഇതൊരു മെയിലായിട്ടുള്ളൊരു വൈൽഡ് ബോറാണ്. കാരണം കൂട്ടമായിട്ടാണ് സാധാരണ നിങ്ങൾ വരുന്നത്. ഇപ്പോൾ എന്തായാലും സിംഗിളാണ് നമുക്ക് സൈറ്റിംഗ് കിട്ടിയത്. എന്തായാലും കബനി നമ്മൾ ഒരുപാട് നിരാശപ്പെടുത്തിയിട്ടില്ല. കബനിയിലെ കാഴ്ചകൾ എന്തായാലും ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ജംഗിൾ സഫാരിയുടെ ഒരു ടൈമാണ് ഇപ്പോൾ കഴിഞ്ഞേക്കുന്നത്. നമ്മൾ ഇനി അടുത്ത സഫാരി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് വരിക, മാക്സിമം എൻജോയ് ചെയ്യുക. ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്തായാലും കബനിയും നാനാച്ചിയൊക്കെ നമ്മുടെ അടുത്ത ട്രിപ്പിൽ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം.